ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച തുടരുകയായിരുന്നു. ഇപ്പോൾ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം K സുധാകരൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹത്തിന്റെ കാരണ ദൃശ്യം നമ്മൾ കാണുന്നത്. പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതികരണത്തിൽ ശ്രമിക്കുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെ KC വേണുഗോപാലും K സുധാകരൻ ഡൽഹിയിൽ ചേർന്നിരുന്നു. വൈകിട്ടോടുകൂടിയാണ് KC വേണുഗോപാലിനെ കാണാൻ കൂടിക്കാഴ്ചയ്ക്കായി K സുധാകരൻ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയത്. തുടക്കം മുതൽ KC അനുകൂല നിലപാട് സ്വീകരിച്ച ആളായിരുന്നു K സുധാകരൻ. പക്ഷേ പ്രഖ്യാപനം അംഗീകരിക്കുന്നുവെന്ന് അതൊന്നും ഇതുപോലെ കാതലായ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ മുൻനിർത്തിയിട്ടല്ല. അല്ലാത്ത വർഷങ്ങളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. നമ്മളൊരു നാട്ടുകാരാണ്, അയൽപക്കക്കാരാണ്, അടുത്ത സുഹൃത്തുക്കളാണ്, നമുക്ക് പല വ്യക്തിബന്ധങ്ങളുണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രം നമ്മൾക്ക് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ അല്ല, ഞങ്ങൾ അതിലിടക്ക് ഓരോ മണിക്കൂറും ഞങ്ങൾ ടെലഫോണിൽ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മളെ വ്യൂ പോയിന്റ്സ്. മന്ത്രിസഭാ രൂപീകരണത്തിലെ അഭിപ്രായങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചർച്ച നടന്നിട്ടുണ്ടോ? ഞാനുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവും വേണുമായിട്ടില്ല. വേണുമായി നമ്മൾ സംസാരിക്കാറുണ്ട്. വേണു സന്തുഷ്ടനാണ്. ഓക്കെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയും നിരാശ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നിരാശയൊന്നുമില്ല. മുഖ്യമന്ത്രിയാകണമെന്ന് മുഖ്യമന്ത്രിയാകാൻ പറ്റിയില്ല. അതിലൊരു നിരാശ അദ്ദേഹത്തിനുണ്ടോ? അതിന് സമയമുണ്ട്. വേണുഗോപാലിന് ഇനിയും അതിന്റെ മുകളിലോട്ട് പോകാൻ ഇനിയും സമയം ഒരുപാടുണ്ട്. പുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പുള്ളിക്ക് ഒരു തരത്തിലും ഒരു മാനസികമായ വ്യഥയില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ എന്തായാലും നാട്ടുകാരനും സുഹൃത്തുമായ KCയെ പതിവ് പോലെ കണ്ടതാണ്. എല്ലാവരും ഓരോ മണിക്കൂർ വിട്ട് ഫോൺ സംസാരിച്ചിട്ടുണ്ട്. അസ്വസ്ഥതകളോ അല്ലെങ്കിൽ പറയുന്ന നീരസമോ ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല KC വേണുഗോപാൽ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് K സുധാകരൻ മടങ്ങുന്നത്. ഒന്നും ചർച്ചയായിട്ടില്ല, ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് K സുധാകരൻ KC വേണുഗോപാലിന് ശേഷം പറഞ്ഞത്. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, ഇനിയും സമയമുണ്ട് KC വേണുഗോപാലിന് എന്നാണ് K സുധാകരൻ പറഞ്ഞത്. ഇപ്പോൾ സന്തുഷ്ടനാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയായിരുന്നു. എന്തായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ്യം? K സുധാകരൻ ഇപ്പോൾ KC വേണുഗോപാലിന്റെ വസതിയിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് K സുധാകരൻ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിന് ഏകദേശം അരമണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. അതിനുശേഷം K സുധാകരന്റെ ഒരു പ്രതികരണം വന്നത് KC വേണുഗോപാലിന് ഇനിയും സമയമുണ്ട് എന്നതാണ്. ആ സമയം എപ്പോഴെന്ന കാര്യത്തിൽ ഒന്നും K സുധാകരന്റെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ പൂർണ്ണ സന്തുഷ്ടൻ എന്നതാണ് K സുധാകരൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന പരസ്യ പ്രസ്താവന ആദ്യം നടത്തിയത് K സുധാകരനാണ്. പിന്നീട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കണ്ടുകൊണ്ട് ഈ അഭിപ്രായം K സുധാകരൻ ആവർത്തിച്ചിരുന്നു. ആ K സുധാകരനാണ് ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ഇപ്പോൾ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പാർട്ടിയിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. KC വേണുഗോപാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ സന്തുഷ്ടൻ എന്നതാണ് K സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ KC വേണുഗോപാലിന്റെ സമയം അവസാനിച്ചിട്ടില്ല. KC വേണുഗോപാലിന് ഇനിയും മുഖ്യമന്ത്രിയാകാൻ അവസരമുണ്ട് എന്നതാണ് K സുധാകരൻ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അനുജ സുഗൈൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.